ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ പുതിയൊരു വീഡിയോ ആണ്. അപ്പം ഞാനൊന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും, ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ ഇത് വേറെ ഏതു സ്ഥലമാണെന്നല്ലേ? നിങ്ങൾ ഒരു വട്ടം കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഇത് നമ്മളെ മാപ്രാന്താണ്. ഓക്കെ, മാപ്രാന്ത് തന്നെ മാപ്രാമേറ്റേക്ക് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സർപ്രൈസാണ് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എനിക്കറിയാം. ഇത് അതമ്മ ബാഗിലുണ്ട്, കണ്ണിതാണ് കച്ചിട്ടോ. പിന്നെ നമ്മൾ എന്താ പറയണതെന്ന് വെച്ചാൽ ഒരു 2 മുറുക്കാമ്പെട്ടി ഉണ്ടായിരുന്നു അച്ഛനുണ്ടെങ്കിൽ. ആദ്യത്തെ ഒരെണ്ണം ചീറ്റിയായി, അല്ല ഒരു മുറുക്കാമ്പെട്ടി ഉണ്ടായിരുന്നു. ആദ്യത്തെ അങ്ങനെ പൊടികളൊക്കെ പോയിട്ട് നിന്നാണ്. അപ്പം ഞങ്ങൾ ഒരെണ്ണം ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുന്നേ അത് വരത്തിൻ്റെ നേരെ വയ്ക്കുക. അപ്പോൾ അച്ഛൻ വേറൊരു 10 രൂപയുടെ അങ്ങോട്ട് മുറുക്കാൻ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പൊളിച്ചുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അതിന് മുറുക്കാൻ പറ്റിയിട്ടാ. ഇതാണ് മുറുക്കാൻ പറ്റി. ഞങ്ങൾ വെച്ചെടുത്ത് വേറെ കേട്ടോ. ഇവിടെ നമുക്ക് കത്തികളൊക്കെ വെച്ച് അങ്ങനെ നമുക്ക് ചെയ്യണം. മുറുക്കാൻ പറ്റി അച്ഛന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് മുമ്പ് ഒന്നും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പാണ് മേടിച്ചത്. എന്നാൽ മുറുക്കാൻ പറ്റി മേടിച്ചത് വരാനായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരം വൈകിയപ്പോൾ അത്യാവശ്യം മേടിച്ചതാണ് 10 പൈസ കുറയാൻ വേണ്ടിയിട്ട്. വെറുതെ ഒന്ന് നോക്കിയപ്പോൾ അതിന് ഒരു 15 രൂപയ്ക്ക് അങ്ങോട്ട് ഒരു ഉപ്പ് അതിന് മേടിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കാണാൻ ഇഷ്ടം, നല്ല ഇതാണ് കേട്ടോ, നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത് അൺബോക്സിങ്. നമ്മളിനി അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതെന്താ മനസ്സിലായത്? തലാണല്ല, എന്താ മനസ്സിലായ? എന്താ മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലേ മുത്തമ്മയ്ക്ക് ഒഴിച്ചെന്ന്, അതാണ് കേട്ടാ. അത് നമ്മുടെ തമ്പുരാന്മാരുടെ ഭാഗത്താണ്. എനിക്ക് ഇതുവരെ അറിയുന്നുണ്ടായിരുന്നില്ല ഇതാണ് ഒന്നും അറിയണ്ടായിരുന്നില്ല. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴേ എൻ്റെ പേര് ഇതിങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഞാനും ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇരിക്കുന്നതാണെങ്കിൽ ഞാൻ എനിക്ക് തന്നെ ചെയ്തിട്ട് കിട്ടും പറഞ്ഞു. അപ്പോൾ ചിക്കൻ നോക്കി അമ്മയൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അമ്മയ്ക്കറിയാം, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാൻ ചില്ലിട്ട് വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അത് നോക്കായിരുന്നു കേട്ടോ. പറയും ഞാനായിട്ട് ഇത് എടുത്ത് വയ്ക്കാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു 3 എടുത്തോട്ടെ, ചില്ലറ എടുത്തോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എടുത്തു. ചില്ലറ എൻ്റെ വീട്ടിൽ കുറേ ഉണ്ട് കേട്ടോ. ചിറ്റി ശരിയില്ല അതിന് ചില്ല ഇതൊരു ബോക്സാണ്. എൻ്റെ ഉള്ളിൽ ഈ ഒരു പെട്ടി ഉണ്ട്. പെട്ടി ഇങ്ങനെ തുറക്കാട്ടാ. കണ്ടടാ, ഇതാണ്. ഇത് ഇങ്ങനെ തുറക്കുന്നതല്ല കേട്ടാ, ഇങ്ങനെ ഉണ്ട്. നിങ്ങൾ കാണണ്ട ഇതല്ല തുറക്കണം. ഈ പെട്ടിയില്ലേ അത് ഇവിടെ 4 സ്ലൈഡിലും സൈഡിലും 1 2 3 4 സൈഡിലും ഈ ഒരു വെള്ള സാധനം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ വയ്ക്കാനുള്ള സാധനം ഉണ്ടാകും. പിന്നെ നമ്മൾ ഇവിടെ ലോക്ക് ഉണ്ട്. ലോക്കെന്ന് വെച്ചാൽ പൂട്ടിക്കാനുള്ളത്. അത് തമ്പുരാന്മാരുടെ പോലത്തെ നല്ല കോണിച്ചുള്ള നല്ല ഭംഗിയുള്ളതായിട്ട് ഇവിടെ അമർത്തിയിട്ടൊന്നാവില്ല. പക്ഷെ നമ്മൾ ഇതിങ്ങനെ പതുക്കൊന്ന് ഇതിങ്ങനെ ആക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവില്ല. കണ്ട. അപ്പം ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇതിങ്ങനെ എടുത്ത് തുറക്കാൻ വെച്ചു. മെല്ലെ തുറന്നാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതെന്താ ഒരു ഭാഗം അത്യാവശ്യം എനിക്ക് നല്ല ഭംഗിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായിരുന്നു, കമൻറ്റ് ചെയ്യുക. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ ചില്ലറായിട്ട് വയ്ക്കാൻ പോകുന്നു കേട്ടോ. നല്ലൊരു പെട്ടിയാണിത്. നമുക്കിത് മാത്രം നോക്കിയിരുന്നാൽ മതിയോ?
നമുക്ക് ഞണ്ട് കറി വയ്ക്കണ്ട. അതിനായിട്ട് ഞാൻ തക്കാളിയൊക്കെ മേടിച്ചുന്നുണ്ട്. പിന്നെ തക്കാളി മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ലോക്ക് ചെയ്ത് കൂട്ടി വയ്ക്കാം. അതിൻ്റെ ഉള്ളൊരു കവറുണ്ട് കേട്ടോ. കവറിനകത്തല്ല വെക്കേണ്ടത്. നമ്മളങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടെ ലോക്ക് ചെയ്യുന്ന സാധനം ഉണ്ട് കേട്ടോ. പറ്റി ഇങ്ങനെ നോക്കുന്നതല്ല. എന്നിട്ട് നമ്മൾ ഈ പെട്ടിക്കെടുത്ത് വയ്ക്കാം. എൻ്റെ പെണ്ണ് കുട്ടാ പറയും. ഇനി പെണ്ണ് കുട്ടാ. നമ്മൾ ഇത് ഓപ്പൺ ദ നമ്മളെ എടുത്ത് ഞാൻ ടെസ്റ്റ് വരാട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ മുട്ടപ്പുറത്തൊരു പെട്ടി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് മുക്കാൻ പെട്ടി എല്ലാം മാറിയിരിക്കുന്നത് ചില്ലറ പെട്ടി. ഓക്കെ, അപ്പം ഇത് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഇഷ്ടമായെങ്കിൽ ഞാനിത് എവിടെ നിന്ന് മേടിച്ചത് ഞാൻ എന്താണ് ലിങ്കിന് താഴെ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ലിങ്കിന് താഴെ കൊടുക്കാം. ഇത് ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ലിങ്കിന് താഴെ കൊടുക്കാം. പിന്നെ ആ ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ പ്ലീസ്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു. അതിൽ ചില്ലറ ഇട്ട് വയ്ക്കാം. ചില്ലറ ഇട്ട് വയ്ക്കണമെങ്കിൽ ചില്ലറ ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ നല്ല ഞോട്ട് കുറച്ച് ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ബണ്ണ് അങ്ങനത്തെ എന്തെങ്കിലും എടുത്ത് വയ്ക്കാം. പിന്നെ മാല അങ്ങനത്തെ എന്തെങ്കിലും എടുത്ത് വയ്ക്കാം കേട്ടോ. അങ്ങനെയുള്ളൂ. അങ്ങനെ പറ്റുന്നതാണ് ഇത്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയേണ്ടത്, ഇതേ ഇഷ്ടമായിരുന്നു ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം പ്ലീസ് പ്ലീസ് പ്ലീസ്. ദയവ് ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറേ വട്ടമായി ഞാൻ ഒരു വീഡിയോയിൽ വരെ പറയുന്നുണ്ട്. ഒരു 1 മില്യൺ വരെ ഞങ്ങൾക്ക് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ കൊടൈക്കനാൽ പോയ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ. അതിലൊക്കെ നിങ്ങൾ നല്ലൊരു കമൻറ്റും ലൈക്കൊക്കെ കൊടുക്കണം. പിന്നെ ലിങ്കിന് താഴെ ഞാൻ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അവിടെ ലിങ്കിന് താഴെ ഈ ഇതിനെ വെച്ച് ഇടേണ്ടതായിരിക്കും കേട്ടോ. നല്ല രസമുള്ളൊരു പെട്ടിയാണ്. ഒരു മുറുക്കാൻ പെട്ടി പലക്ക്. നമ്മളപ്പോൾ വീഡിയോ ആയിട്ടില്ല, നമുക്ക് നണ്ടോറിയൊക്കെ വയ്ക്കണ്ടേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ദയവ് ഇത് കാണിക്കാം പ്ലീസ്. കമൻറ്റ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ തമാശയ്ക്ക് വേണ്ടിയല്ല പറയണത്. കമൻറ്റ് ചെയ്യണം. അതാണ് ഒരാഴ്ച കൂടും നമ്മുടെ ഫോൺ കേടായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ അതിൽ ഡിലീറ്റായി പോകും. അപ്പം പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാത്ത കൊടൈക്കനാൽ പോയി അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ആ ചില വീഡിയോസൊക്കെ നമ്മുടെ ഫോണിൽ എടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് എടുത്തുള്ളൂ. ഇനി ഇതെന്തായാലും ഇങ്ങനെ നോക്കട്ടെ, നന്നായിട്ടോ വീഡിയോ ഒന്ന് എനിക്ക് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഞണ്ട് കറി വയ്ക്കാം. ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാൻ ഒന്നും കൂടി പറയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഞാൻ ഇത് തെച്ചിട്ട് വരാം. നല്ല ഇഷ്ടമായിട്ടൊരു പെട്ടി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിനി ബോറടിപ്പിക്കുന്നത് നമുക്ക് ഞണ്ട് കറിയാക്കി പോവാം, ഷാപ്പിക്ക് പോവാം. അതേപോലെ ഞാൻ പറ്റത്ത നമ്മൾ കൊണ്ടുവച്ചിട്ട് വരാം. ഉള്ളിൽ അവിടെ ഇതിൽ എൻ്റെ പാട്ടുകൾ കേട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അയ്യോ ഞാൻ പിന്നെ വീണാനെ കാലത്തേന്ന് ചാട്ടിയിട്ട്
നമുക്കിനി തക്കാളികളൊക്കെ അരിഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ തക്കാളി ഇപ്പം ഇനി പുറത്തെടുത്ത് വെച്ചിടും. നമുക്കിനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം.